ഹായ് ഹലോ. കുറേ കാലമായില്ല കണ്ടിട്ട്. ഞാനും എന്തൊക്കെയോ തിരക്കിലാണുള്ളത്. ഇനിയും മിക്കവാറും വളരെയധികം തിരക്കിലായിരിക്കും. മിക്കവാറും ഒരു വീഡിയോ ഇടാനുള്ള സമയം കിട്ടണമെന്നില്ല, വീഡിയോ ചെയ്യാനും സാധ്യമില്ല. എങ്കിൽ പോലും പരമാവധി ശ്രമിക്കാം എന്ന് മാത്രം. കാര്യമൊന്നുമില്ല, ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ചെയ്തതിനെ കൊണ്ട് ഇവിടെ ലോകം ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ എനിക്കറിയാം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പം 3BHK എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. നല്ല പടം, കിട്ടിലും പടം എന്ന് പറഞ്ഞുകൂടാ, നല്ല പടം. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ഫാമിലി, നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. നമ്മളെ ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശരത് കുമാറാണ് ഇതിൽ അച്ഛൻ റോള് ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മയുടെ റോള് ചെയ്തിട്ടുള്ളത് പഴയ ദേവയാനിയാണ്, പഴയ നടി. പിന്നെ മകനായിട്ട് നമ്മളെ സിദ്ധാർത്ഥും, ഒരു മകളായിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ മൂവിയിൽ പുള്ളിക്കാരിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, പുള്ളിക്കാരിയാണ് ഇല്ലത്. അങ്ങനെ 4 പേര് ഒരു വീട് എന്ന സ്വപ്നം മുന്നോട്ട് കണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരെങ്ങനെ വീട്ടിൽ എന്ന സ്വപ്നം അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതിലേക്കാണ് എന്നാണ് സിനിമയുടെ ഒരു രക്ത ചുരുക്കം. പക്ഷേ എനിക്ക് സിനിമ അവരെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ് ആ വീടിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നതെങ്കിലും കൂടുതലായും സിദ്ധാർത്ഥിനെ കുറച്ച് അങ്ങോട്ട് ഇരുന്ന സിദ്ധാർത്ഥിൻ്റെ പഠനം, അദ്ദേഹത്തിൻ്റെ ജോലി എന്നതാണ് കുറച്ചും കൂടി അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശരത് കുമാറിന് വലിയൊരു റോളൊന്നും അതിൽ പറയാനില്ല. ശരത് കുമാറാണ് ഭൂരിഭാഗവും ഈ സ്വപ്നവുമായിട്ട് നടക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ഒരു പരിധിവരെ ഒരുപക്ഷെ മറ്റുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കാം എന്നതിലുപരി ശരിക്കും പറഞ്ഞാൽ ശരത് കുമാറിന് വലിയ റോളൊന്നുമില്ല. ദേവയാനിക്ക് എനിക്ക് തോന്നുന്നു തീരെ റോളില്ല. ഒരുപക്ഷെ അതെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ മാത്രം പറയുന്ന ഒരു അമ്മയുടെ റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലായിട്ടും സിദ്ധാർത്ഥ തന്നെ ആയിരിക്കുമല്ലോ, കാരണം അദ്ദേഹം ഒരു മെയിൻ നടനാണ്, അദ്ദേഹത്തിൻ്റെ റോള്. പക്ഷെ എനിക്കറിഞ്ഞ പെൺകുട്ടി അവൾ കിട്ടില്ല, തകർത്തു. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ അവർക്ക് ചെയ്തിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അവൾ തന്നെയായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട്, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ഓരോ പ്രശ്നങ്ങൾക്കും നല്ല കൃത്യമായ ഡിസിഷൻ എടുത്തുകൊണ്ട്, എല്ലാ രീതിയിലും ആ ഫാമിലിയിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തി ആ പെൺകുട്ടി തന്നെയാണ്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു വ്യക്തിയും ആ പെൺകുട്ടി തന്നെയായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം തിരിച്ചു വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വീട്ടുകാർക്കും അവർ പെർഫോം ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥിന് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ കൂടിയാണ് ഈ കഥ മൊത്തം പറഞ്ഞു പോകുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം സിദ്ധാർത്ഥ് ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചൂസ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ എനിക്ക് അത്രത്തോളം ഡെപ്തിൻ്റെ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാർക്കിടയിലുള്ള കഥ പറഞ്ഞു പോയാൽ ഒരുപക്ഷെ സിനിമ ഓടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കഥ ഈ ഒരു ലെവലിൽ കൂടി എഴുതിപ്പോയത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലെ കൂടി എഴുതിപ്പോയത്. പക്ഷെ അത്ര ഭയങ്കര സംഭവം അല്ലെങ്കിലും സിദ്ധാർത്ഥ് അത്യാവശ്യം പെർഫോം ചെയ്യേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, സപ്തസാഗര ദാച്ചേരിലോ സൈഡ് ബിയിലെ ചൈത്ര ജയ ആചാർ എന്ന് പറഞ്ഞതിലെ ആക്ട്രസ് ഉണ്ട്. അവര് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ല, എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥും ആ പെൺകുട്ടിയും തമ്മിലുള്ള എന്താണ് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും ഞാനത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ആ ഒരു മൊമെൻ്റാണ് ആ സിനിമയിൽ. അത് ശരിക്കും ഫസ്റ്റ് ഹാഫ് ഫുള്ള് അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താണ് നമ്മൾ എന്തായിരിക്കും അവസാനം കാരണം ഇതിൻ്റെ 2ാം പകുതിയിൽ കാണിക്കാൻ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് തീർത്തത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറച്ച് ബോറായി തോന്നിയത് ഒരുപക്ഷെ യോഗി ബാബു ഒക്കെ വന്ന സമയത്ത് കുറച്ച് കോമഡി ട്രാക്കിലേക്ക് പോകാൻ ശ്രമിച്ചു. അതെനിക്ക് അത്ര രസം വർക്കൗട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് ഈ പെൺകുട്ടി തിരിച്ചു വന്ന സമയത്ത്
പിന്നെ ആ മൊമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ പ്രണയം നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിട്ട് ഒന്നിക്കാൻ പറ്റുമോ എന്നറിയാത്ത ഒരു സമയമുണ്ടല്ലോ, ആ മൊമെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗുഡ് നൈറ്റ് മൂവിയിലെ പിന്നെ ലേഡി എന്ന് പറയുന്നത് മീത രഘുനാഥാണ്. മീത രഘുനാഥ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവരാണ് മെയിനായിട്ട്. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുത്തത് കാർത്തിയാണ്. അപ്പം അതൊക്കെ ഗംഭീരമായിരുന്നു. പടം നമുക്ക് ഒരു പ്രാവശ്യം കാണാം, അല്ലാണ്ട് ഭയങ്കര സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇതിലായിട്ടും ബോറായിട്ട് തോന്നാൻ കാരണം, ബോറായിട്ട് എന്നല്ല, അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ട് തോന്നാൻ കാരണം ക്ലൈമാക്സിൽ. കാരണം അതുവരെ ഇത്രയും അവർ കഷ്ടപ്പാടിലെ കൂടി പോയിട്ടാകുമ്പോൾ എല്ലാം റീകളക്ട് ചെയ്യുന്നൊരു സമയമുണ്ട്, ഒരു 3-4 കൊല്ലം. 4 കൊല്ലത്തിനുള്ളിൽ അവർ അത്രയും വലിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള ഒരു ലെവലിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതെനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുക. പക്ഷെ ഒരു സിനിമ മൊത്തം അവരെ ഒരു 34 വർഷം എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥിന്റെ മാത്രം കാലം. അച്ഛൻ്റെ ഇത് പറയുമ്പോൾ കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്രയും വർഷത്തെ ഒരു കഷ്ടപ്പാട് വെറും 4 കൊല്ലത്തെ ഇടവേളയിൽ തീർക്കുക എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ടും പറയുന്നില്ല സിനിമയിൽ. വലിയൊരു ഇതായിട്ടാണ് അവർക്ക് പിന്നെ ഇത് തീർക്കാൻ പറ്റിയെന്ന് പറയാത്തതുകൊണ്ട് എനിക്കൊരു ഇത് തോന്നിയില്ല. എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കണ്ടാൽ ഓക്കെ.